തുടങ്ങുവാണ്. ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങാം. ഒരു നിമിഷം കണ്ണട. ലോകം മുഴുവൻ സുഖം പകരാം സ്നേഹദീപമേ വിഴിതുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാം സ്നേഹദീപമേ വിഴി തുറക്കൂ. KCTTU എറണാകുളം ചാപ്റ്റർ നടത്തി വരുന്ന ഉറവ് വെബിനാറിന്റെ 20ാം അധ്യായത്തിന് തിരശ്ശീല ഉയരുകയാണ്. കേരളത്തിലെ കൗൺസിലേഴ്സും ട്രെയിനേഴ്സും അണിനിരക്കുന്ന ഈ അംഗീകൃത ട്രേഡ് യൂണിയൻ ഇന്ന് എല്ലാ ജില്ലകളിലും സജീവ സാന്നിധ്യമാണ്. KCTTUവിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വെബിനാറിൽ ഔപചാരികമായ സ്വാഗത പ്രസംഗത്തിന് KCTTU എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറി SF ഫാസിലിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു വെരി മച്ച് ജോസഫ് സർ. നമസ്കാരം, കേൾക്കാമോ ജോസഫ് സാറെ? കേൾക്കാമോ? വോയിസ് ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ, ഞാൻ ഇച്ചിരി റേഞ്ച് കുറവുള്ള സ്ഥലത്തായിരുന്നു, അതാ ചോദിച്ചത്. നന്നായിട്ട് കേൾക്കാം. ഓക്കെ, ശരി, താങ്ക് യു. ഗുഡ് ഈവനിങ്, നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഈ സായനത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഉറവ് വെബിനാർ സീരീസിന്റെ 20ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത്. നമ്മുടെ വോക്ക് വിത്ത് മാസ്റ്റേഴ്സ് വളരെ ഭംഗിയായി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു. സീസൺ 2 വളരെ വിജയകരമായിരുന്നു ആ പരിപാടി. ആ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. തുടർന്നും വരും ദിവസങ്ങളിൽ ഇനി നമ്മൾ അതേപോലെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അന്നും എല്ലാവരുടെ സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ദീർഘിക്കുന്നില്ല, എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഉറവ് പ്രോഗ്രാം സീരീസ് ഇന്ന് നയിക്കുന്നത് നമ്മുടെ സതീദേവി മാഡമാണ്. സതീദേവി മാഡത്തിന്റെ ക്ലാസ്സിന് വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുകയാണെന്ന് അറിയാം. ആദ്യമായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ഡോക്ടർ PV ജോസഫ് സാർ, KCTTU എറണാകുളം പ്രസിഡന്റ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ജോസഫ് സാർ. സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ബെഞ്ചമിൻ കിഷോർ സാർ അവരുകളാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ആശാദീപ മാഡമാണ്. മാഡത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വെൽക്കം ആശാ മാം. അതേപോലെ ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സണായി ഇവിടെ ഉള്ളത് നമ്മുടെ തന്നെ സതീദേവി മാഡമാണ്. മാഡത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വെൽക്കം സതീദേവി മാഡം. അതേപോലെ സഹയാത്രിക സ്റ്റേറ്റ് കൺവീനർ നമ്മുടെ തഹസീൻ മാം ഇവിടെ ഉണ്ട്. മാഡത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ ഉറവ് സീരീസിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് ജോൺ സാർ, നമ്മുടെ MC കൂടിയാണ് അദ്ദേഹം ഇന്ന്. ജോസഫ് ജോൺ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വെൽക്കം ജോസഫ് സാർ. അതേപോലെ നമ്മുടെ ട്രഷറർ പോൾ പടാറ്റി സാർ ഇവിടെ ഉണ്ട്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള KCTTU ജില്ലാതലത്തിലെയും സംസ്ഥാന തലത്തിലെയും എല്ലാ അംഗങ്ങളെയും കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റെല്ലാ അംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാസിൽ സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ജില്ലയുടെ പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. Thank you, Joseph John sir. Respected Chief Guest and the Vice Principal of Government Nursing School Palakkad, Mrs. Ashadeep. Today's resource person, Mrs. Sadidevi, Sahayatriya State Coordinator Tehsin Sakir, Coordinator of Uravu
Joseph John sir, District General Secretary Fasil, MC Sheila Anil Kumar, other KCTDU members, distinguished participants, good evening and welcome to the 20th webinar under Uravu series organized by Kerala Councillors and Trainers Trade Union, Ernakulam District. ഇന്ന് 20 നമ്മുടെ സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ 20 വെബിനാറായി. 20 എണ്ണം തികയ്ക്കുന്ന ദിവസമാണ്, കണ്ടിന്യൂസ് ആയിട്ട്. ആദ്യം വീക്കിലി ആയിരുന്നെങ്കിൽ ഇപ്പൊ ബൈ വീക്കിലി ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങള് KCTU എറണാകുളം ജില്ല 3 എന്താ പറയാ കണ്ടിന്യൂയിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഉറവ് സീരീസ്, മറ്റൊന്ന് സാന്ത്വനം വിരൽത്തുമ്പിൽ എന്ന ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമാണ്, മൂന്നാമത്തേത് വാക്ക് വിത്ത് മാസ്റ്റേഴ്സ് എന്ന ഒരു പെയ്ഡ് പ്രോഗ്രാമാണ്. അത് 2ാമത്തെ സീസൺ കഴിഞ്ഞേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച തീർന്നു, കഴിഞ്ഞ 31-ാം തീയതി ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു 2-3 മാസം കഴിയുമ്പോൾ അടുത്തുണ്ടാവും. പക്ഷെ ഈ ഉറവ് എന്നുള്ളത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ആക്ച്വലി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മെമ്പേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സും ട്രെയിനേഴ്സിന്റെ സംഘടനയാണല്ലോ. എറണാകുളം ജില്ലയിലെ മെമ്പേഴ്സിന് ഒരു പ്രസന്റേഷൻ സ്കിൽസ് കൂട്ടണം, അവരുടെ സ്കിൽസും നോളജും ഷാർപ്പൻ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഉറവ് തുടങ്ങിയതെങ്കിലും അത് മാത്രമായിട്ട് പോയാൽ കേൾക്കാൻ ആളുകൾ കുറയാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസിനെയും കണ്ടെത്തി, പല വ്യത്യസ്ത മേഖലയിൽ ആൾക്കാർ കണ്ടെത്തി ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ 7 പേര് ഞങ്ങളുടെ മെമ്പേഴ്സ് എറണാകുളം ജില്ലയിൽ നിന്ന് ഈ ഉറവ് പ്രോഗ്രാമിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ചീഫ് ഗസ്റ്റിനെ പറ്റി 2 വാക്ക് പറയേണ്ടതുണ്ട്. ചീഫ് ഗസ്റ്റ് ആശ ദീപ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലാണ്, നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു കൗൺസിലറും ഒക്കെ ആയിട്ടുള്ള സഹയാത്രികളുടെ ആക്റ്റീവ് ലീഡറായ ആശാദീപ് മാഡം ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റായി കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് റീചാർജ് യുവർസെൽഫ് എന്ന ആ ക്ലാസ്, സ്ട്രെസ് ആൻഡ് ഹെൽത്ത്, സ്ട്രെസ് ഹെൽത്ത് തമ്മിലുള്ള ആ റിലേഷൻ ആണ്. ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ്, ഹൗ ടു മാനേജ് സ്ട്രെസ്, ഹൗ ടു പ്രിവെന്റ് സ്ട്രെസ് എന്നൊക്കെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ക്ലാസ് നയിക്കുന്നത് സതീദേവി, മിസ്സിസ് സതീദേവി, സ്വന്തമായിട്ട് കൗൺസിൽ നടത്തുന്ന ഒരു പ്രതിഭയാണ്, ഒട്ടേറെ നോളജ് ഉണ്ട്. മാത്രമല്ല KCTD എറണാകുളം ജില്ലയുടെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, പറയാനിവിടെ അവതരിപ്പിക്കുന്ന ആള് വേറെ നമുക്കുണ്ട്. ഞാൻ അവരുടെ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓവർ ടു MC ജോസഫ് ജോൺ സർ. താങ്ക് യു ജോസഫ് സാർ. വെബിനാർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ആരോഗ്യ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആശാദീപ് മാഡത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജോസഫ് ജോൺ സർ. ഈ ഉറവ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ യോഗാധ്യക്ഷൻ PV ജോസഫ് സർ, സ്റ്റേറ്റ് പ്രസിഡന്റ് ബെഞ്ചമിൻ ഈശോ സർ, സെക്രട്ടറി GK സർ, സ്റ്റേറ്റ് സഹയാത്രി കോർഡിനേറ്റർ തഹസിൻ മാം, ജനറൽ സെക്രട്ടറി KCTU എറണാകുളം ഡിസ്ട്രിക്ട് ഫാസിൽ സർ, ട്രഷറർ പോൾ സർ, പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് ജോൺ സർ, മറ്റ് സഹയാത്രിക കുടുംബാംഗങ്ങൾ, അതുപോലെ KCTU കുടുംബാംഗങ്ങളെ ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ വെബിനാർ സീരീസ് 20 ആഴ്ചകൾ അല്ലെങ്കിൽ 20 ദിവസങ്ങൾ പിന്നിട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ അംഗങ്ങളുടെ ഇടയിലെ ട്രെയിനിങ് സ്കിൽ വർദ്ധിപ്പിക്കുക, അതിന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എത്രമാത്രം പരസ്പരം ഉത്തേജിപ്പിക്കുന്നു
എന്നുള്ളതാണ് തോന്നുന്നത്. അതിനൊരു സംഘടന, അതിന് നേതൃത്വം കൊടുക്കുന്നവർ, അതുകൊണ്ട് തന്നെ KCTTU എറണാകുളം ജില്ലാ കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആനുകാലികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഓർമ്മ വരുന്നത്. നമുക്കിപ്പോ എവിടെ നോക്കിയാലും ഫ്ലെക്സ് ബോർഡുകളാണ്. കാരണം +2ന്റെ റിസൾട്ട് വന്നു, അതില് വിജയിച്ചവരുടെ ഫ്ലെക്സുകൾ എവിടെയും ഫുൾ A+ അല്ലെങ്കിൽ 7 A+ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്ലെക്സുകൾ കാണാം. അപ്പോൾ MN വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം വിജയികളുടേത് മാത്രമല്ല, പരാജിതരുടേത് കൂടെയാണ്. അദ്ദേഹം ഒരു വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് ഇത് പറഞ്ഞത്. ഇവിടെ സമ്മാനങ്ങൾ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതിനർത്ഥം അവർ തോറ്റു എന്നുള്ളതല്ല. പലപ്പോഴും പരാജിതർ തീർക്കുന്ന വീരവിജയ ഗാഥകൾ പാടിപ്പുകഴ്ത്തേണ്ടി വരുന്ന വിജയികൾ ഒരുപാടുണ്ട്. നമ്മുടെ ചങ്ങമ്പുഴ തന്നെ ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹത്തിന്റെ ജോലി തിരസ്കരിച്ചപ്പോൾ പിന്നീട് അവിടെ അധ്യാപകരായി വന്ന പലരും ഈ ചങ്ങമ്പുഴയുടെ പല കൃതികളും പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് നേടി അവിടുത്തെ അധ്യാപകരായിരുന്നവരാണ്. ഗാന്ധിജി ഒരിക്കലും ഒന്നാമനായിരുന്നില്ല, ഐൻസ്റ്റീനും അതുപോലെ തന്നെ. SLC മുതൽ വരെയുള്ള എല്ലാ പരീക്ഷകളിലും പല പ്രാവശ്യം തോറ്റയാളാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലെ ഉദാഹരണങ്ങൾ മാത്രം. ഇവരൊക്കെ എങ്ങനെയാണ് വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് എത്തിയതെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു സന്യാസി പണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിയോട് പറഞ്ഞു, വെളുക്കും മുമ്പ് അരി വെക്കണം, അരി വെക്കും മുമ്പ് കറി വെക്കണം. അദ്ദേഹം അത് വീട്ടിൽ പോയി അതേപടി ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ഭർത്താവ് പറഞ്ഞത് അതേപടി അനുസരിച്ചു. വെളുക്കും മുമ്പ് അരി വെച്ചു, നേരത്തെ കാലത്ത് എഴുന്നേറ്റ് അരി വെച്ചു, അരി വെക്കും മുമ്പ് കറി വെച്ചു. സന്യാസി പറഞ്ഞത് ഇങ്ങനെ ദിവസങ്ങൾ പിന്തുടർന്നു. അപ്പോഴും ഇവർ ഉദ്ദേശിച്ച പോലെ പ്രത്യേകിച്ച കാര്യമൊന്നും അവിടെ ഉണ്ടായില്ല. അപ്പോൾ മാസങ്ങൾ കടന്നുപോയി. വീണ്ടും ഈ സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചല്ലോ, എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ലല്ലോ. സന്യാസി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞത്? വെളുക്കും മുമ്പ് അരി വെക്കണം. അതായത് അരി വെളുക്കും മുമ്പ് വെക്കണമെന്നാ പറഞ്ഞത്. വെളുക്കുന്ന അരി, അതായത് പച്ചരി വെക്കുകയോ അല്ലെങ്കിൽ തവിടില്ലാത്ത അരി വെക്കുകയോ ചെയ്യരുത്. പലപ്പോഴും നമുക്ക് രോഗകാരണമാകുന്നത് ഈ വെള്ളയരി അല്ലെങ്കിൽ പച്ചരി അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള അല്ലെങ്കിൽ തവിടില്ലാത്ത അരി. നമുക്ക് ഫൈബർ കണ്ടന്റ് ഒന്നുമില്ല, ഇത് പലപ്പോഴും രോഗ കാരണമാകുന്നുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമാണ് സന്യാസി നൽകിയത്. ഇത് നമ്മൾ എത്ര പേർക്ക് ഈ പ്രായോഗികത അറിയാം? പിന്നീട് അദ്ദേഹം പറഞ്ഞത് അരി വെക്കും മുമ്പ് കറി വെക്കണം. അവിടെ ചോറ് വെക്കുന്നതിന് മുമ്പ് കറി വെക്കാനല്ല പറഞ്ഞത്. കറി വെക്കുന്ന സാധനങ്ങൾ മൂക്കുന്നതിന് മുമ്പ്, അതിന്റെ അരി വെക്കുന്നതിന് മുമ്പ് കറി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, ആ വൈറ്റമിൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് സ്വാദ് കുറയും, അതിൻ്റെ ആ ഒരു ഗുണമേന്മ കുറയും എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പ്രായോഗികതയിൽ ഊന്നി നിൽക്കുന്ന സന്ദേശങ്ങളാണ്. പലപ്പോഴും നാം വിജയത്തിന്റെ ചവിട്ടുപടി നേടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ ഇവർക്കൊക്കെ തന്നെ പരാജയത്തിന് ശേഷം ഈ പ്രായോഗികത അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പരാജയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു തോൽവിയിൽ നിന്നോ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രായോഗികത, ആ ക്രിയാത്മകത, ആ സർഗാത്മകത. ഇത് നാം ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ റീചാർജ് യുവർ സെൽഫ്. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ അസസ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നാം കൃത്യമായും
അതിന് എത്രമാത്രം ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത്. വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, ആ കാര്യങ്ങൾ 50-60% നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉൾക്കൊണ്ട് പറയാനാകൂ എന്നുള്ള വലിയൊരു സന്ദേശം കൂടി നാം ഓരോ പാഠത്തിലും ഓരോ ട്രെയിനിങ്ങുകളിലും കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക കൂടി വേണം. വെറുതെ കേട്ടാൽ പോരാ, അതിൽ നിന്ന് ഒരു തുമ്പെങ്കിലും നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉറവ് വെബിനാർ സീരീസ് അനസ്യൂതം ഇങ്ങനെ ഒഴുകട്ടെ. അങ്ങനെ 1000-10,000 ആഴ്ചകൾ ഇങ്ങനെ തുടർന്ന് പോകട്ടെ. നമ്മളില്ലെങ്കിൽ പോലും അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എക്സലന്റ് മെസ്സേജ് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നതാണ്. അത് ഞാൻ കടമെടുത്ത് പറയുകയാണ്. എക്സലന്റ് ഒരു മെസ്സേജ് തന്നുകൊണ്ട് അതിമനോഹരമായി അത് അവതരിപ്പിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത ആശാദീപ് മാഡത്തിന് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ റിസോഴ്സ് പേഴ്സണെ ഔപചാരികമായിട്ട് സദസ്സിന് പരിചയപ്പെടുത്തുവാനായി KCTTU പ്രവർത്തക ഷീജ അനിൽകുമാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. KCTTU എറണാകുളം 20ാം വെബിനാറിന്റെ ഉറവ് പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ റിസോഴ്സ് പേഴ്സണായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് കൗൺസിലിംഗ് മേഖലയിൽ പ്രശസ്തയായ മിസ്സസ് സതീദേവി മാഡമാണ്. നമ്മുടെ KCTTU മെമ്പർ കൂടിയാണെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മാഡം കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ MS എടുക്കുകയും കൂടാതെ MSc കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഡിപ്ലോമ എടുക്കുകയും എന്നാൽ അക്യുപങ്ചറിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്ഷൽ എഡ്യൂക്കേഷൻ മേഖലയിൽ വളരെ നല്ല സേവനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ് നമ്മുടെ സതീദേവി മാഡം. BTAയിൽ ഡിപ്ലോമ എടുത്തു. കൂടാതെ ആലുവയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലുകൾ ലക്ഷ്മി ഹോസ്പിറ്റൽ, സിൽവർ വിങ് ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലും വിവിധ സ്കൂളുകളിലും മാഡം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി ഇന്നർ വെൽത്ത് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. കുട്ടികളുടെ പഠന മികവ് തെളിയിക്കുക എന്നത് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ലേണിംഗ് എൻഹാൻസ്മെന്റ് സെന്റർ കൂടിയാണ് ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള ഇന്നർ വെൽത്ത്. ഇന്ന് നമുക്ക് റീചാർജ് യുവർ സെൽഫ് എന്നതാണ് മാഡം നമുക്ക് ക്ലാസ് എടുക്കുന്നത്. മാഡത്തിന്റെ ഫാമിലി പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറായ ഹസ്ബൻഡും 4 ആൺമക്കളും അടങ്ങുന്നതാണ് നമ്മുടെ സതീദേവി മാഡത്തിന്റെ കുടുംബം. ഇനി നമുക്ക് മാഡത്തിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. Hi, good evening all. Thank you very much, Sheeja ma'am, for introducing me in such a way. ഇവിടെ സന്നിഹിതരായിട്ടുള്ള KCTTU പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് സർ, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഡിസ്ട്രിക്ട് മെമ്പേഴ്സ്, സ്റ്റേറ്റ് മെമ്പേഴ്സ് എല്ലാവരോടും എൻ്റെ സ്നേഹവും ആദരവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ ഈ ഒരു പ്രത്യേക സമയത്ത് എന്നെ കേൾക്കാൻ എത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ എല്ലാവരും ലാപ്ടോപ്പിനോ അല്ലെങ്കിൽ മൊബൈലിൻ്റെയോ മുന്നിലാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് ആർക്കും ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിനു മുന്നിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ്. എന്നാൽ ഇന്ന് നൗ സോഷ്യലൈസേഷൻ ടേൺ ടു ഐസൊലേഷൻ എന്ന് പറയാം.
അത് തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് കണ്ടത്. ഈ പാൻഡമിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഐസൊലേഷൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ കുട്ടികൾ സേഫാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവർ പുറത്തു പോകുന്നില്ല, അവർ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ്, അവർ ഈ ലാപ്ടോപ്പിലും മൊബൈലിലുമാണ് അവരുടെ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സൈബർ അഡിക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ വരുന്ന ചെറിയ കുരുന്നുകൾ അവർക്ക് എങ്ങനെയാണ് സോഷ്യലൈസേഷൻ, എങ്ങനെയാണ് മറ്റാളുകളോട് ഡയറക്റ്റായിട്ട് മിങ്കിൾ ചെയ്യാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും മൊബൈലും ലാപ്ടോപ്പും ആണ് കൂടുതൽ സമയം അവരുടെ കൈകളിൽ, ഇന്നത്തെ കുരുന്നുകളുടെ കയ്യിലെല്ലാം അതാണുള്ളത്. അപ്പോൾ അവര് അത് എത്ര സമയം ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പാരൻസ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. അത് നമ്മൾ ഇപ്പോൾ ഒരു കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു വൈറസിനെ പേടിച്ചിട്ടാണ് നമ്മളല്ല, നമ്മളുടെ രാജ്യമല്ല, നമ്മളുടെ ഈ ലോകം മുഴുവൻ ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നിൽ ഓടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എത്രമാത്രം നമ്മൾക്ക് ഉപകാരപ്പെടും എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഓരോരുത്തർ പറയുന്നു, അതിനനുസരിച്ച് നമ്മൾ പോകുന്നു. ഇത് ഇത്രയും കൂടി പറയാനുള്ള കാരണം, തുടക്കത്തിൽ മുതലേ നമ്മൾ മാസ്ക് ഉപയോഗിച്ചു, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചു, ഐസൊലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരിക്കലും വീണ്ടും ഈ കോവിഡ് വളരെ അത്യധികം ശക്തിയോടെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ വേവ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യം. 2 വാക്സിനേഷൻ എടുക്കണം, പക്ഷെ ഫസ്റ്റ് എടുത്തവർക്ക് കോവിഡ് വരുന്നുണ്ട്, 2 എടുത്തവർക്ക് വീണ്ടും കോവിഡ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ DMHPയിൽ വർക്ക് ചെയ്യുന്നതും കൂടി ചെയ്യുന്നതുകൊണ്ട് മീൻസ് ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോവിഡ് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ 3 months അടുത്ത വാക്സിനേഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1 month 9 days കഴിഞ്ഞപ്പോൾ വീണ്ടും കോവിഡ് വന്ന ആളായിട്ട് ഞാൻ സംസാരിച്ചു. അതേ തീവ്രതയിൽ തന്നെയായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നത്. അതുപോലെ 2 വാക്സിനേഷൻ എടുത്തിട്ടും ഒരു മെച്ചമില്ല മാഡം, ഇപ്പോഴും സെയിം അതേപോലെ തന്നെയാണുള്ളത്, വളരെ സിവിയർ ആണ് എന്ന് പറയുന്ന കേസുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, നമ്മളെല്ലാവരും അതിൻ്റെ പിന്നിൽ നടക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തമായിട്ട് മാറ്റിയിരിക്കുകയാണ്. വലിയ ആളുകളുടേതല്ല, ചെറിയ കൊച്ചു കുട്ടികളുടേത്, വയസ്സന്മാരുടെ, അതായത് മൊത്തമായിട്ട് ലോകത്തിന്റെ മൊത്തം ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തേണ്ട ഒരു രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആശാദീപ് മാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. വെറും ഒരു ക്ലാസ് ആയിട്ട് തന്നെ കാണാതെ അങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് റീചാർജ് യുവർ സെൽഫ് മീൻസ് മോട്ടിവേറ്റ് യുവർ സെൽഫ് ബൈ യു ത്രൂ അവയർനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതായത് നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്? ഒരു ബാറ്ററി ഡൗൺ ആകുമ്പോൾ, അതിലെ എനർജി അല്ലെങ്കിൽ അതിലെ ചാർജ് കുറയുമ്പോഴാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ എനർജി കുറയുന്ന ഒരു സാഹചര്യമാണ് എല്ലാ വിധത്തിലും, മീൻസ് ഏതൊക്കെ വിധത്തിലുള്ളതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് വീണ്ടും സ്വയം റീചാർജ് ചെയ്യാം? റീചാർജ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മീ എന്ന് നമ്മൾ അവെയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ട് മാറി. നമ്മുടെ സ്കൂള്, ഓഫീസ് അതെല്ലാം വീട്ടിലേക്ക് വന്നു. അതെല്ലാം വീട്ടിൽ തന്നെയാണ്. അതിനോടുകൂടി എന്തായി, വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മീൻസ് അവിടെയും കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. പലർക്കും അവരുടെ പ്രൈമറി നീഡ്സ് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല,
കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. മീൻസ് അവർക്ക് ഫുഡിന് പ്രശ്നങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ മെഡിസിൻ കിട്ടാത്തവരുണ്ട്. അപ്പൊ ഈ പ്രൈമറി നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവര് നമുക്കറിയാം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കൂടി തന്നെയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ സ്ട്രെസ് ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചാണ് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ? കറന്റ് സിറ്റുവേഷനിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഐസൊലേഷൻ ആയിരുന്നു. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാവർക്കും പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ തൊഴിൽ മേഖലയെ മൊത്തമായിട്ട് വീക്കാക്കിയിരിക്കുകയാണ് ഈ കോവിഡ് കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ, ഒരു ചേഞ്ചിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കം അഥവാ സമ്മർദ്ദം, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഫിയറിന്റെ തന്നെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഫോം എന്ന് പറയാം. ഫിയർ അത് ബ്രെയിനിന്റെ ഒരു മെക്കാനിസം, ബ്രെയിനിന്റെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രെസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇത് സ്ട്രെസ് ആണോ അതോ ഒറിജിനൽ ആയിട്ടുള്ള സ്ട്രെസ് ആണോ അതോ ഒരു ത്രെറ്റ് ആണോ എന്ന് നമ്മളുടെ ബ്രെയിനിനെ അറിയാൻ കഴിയില്ല. ഒരു ത്രെറ്റ് നമ്മളുടെ മുന്നിൽ വന്നാൽ, മീൻസ് ഒരു അപകടം നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേ സെയിം അവസ്ഥയിൽ തന്നെയാണ് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് കൂടുതൽ പറയാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ മോഡേൺ റീസെന്റ് റിസർച്ചേഴ്സ് പറയുന്നത് സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്പാൻ വരെ കുറയുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് സ്ട്രെസ് എന്നതിന് നമുക്കൊരു കാര്യം ചെറുതായിട്ട് പറയണം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നുപെട്ടാൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള ചിന്തയിൽ കൂടിയാണ് സ്ട്രെസ് വരുന്നത്. പിന്നെ പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ പെട്ടെന്ന് വരുമ്പോൾ അപ്പോഴും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ടു ചേഞ്ച്, എ പേഴ്സൺസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ടു ചേഞ്ച്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം ആവശ്യമുള്ള സമയത്ത് ഉണ്ടാകുന്ന ശാരീരികവും വൈകാരികവുമായ ഒരു പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ മറ്റൊരു രൂപത്തിലും കൂടി പറയാം, ഫീലിംഗ് ഓഫ് ഇമോഷണൽ ഓർ ഫിസിക്കൽ ടെൻഷൻ, അങ്ങനെയും പറയാം. വേറൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ എനി സിറ്റുവേഷൻ ദാറ്റ് ത്രെട്ടൻസ് വൺസ് വെൽബീയിങ് ആൻഡ് ദെർബൈ ടാക്സ് വൺസ് കോപ്പിംഗ് എബിലിറ്റീസ്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരാളുടെ ശരിയായിട്ടുള്ള വെൽബീയിങ്ങിനെ ത്രെട്ടൺ ചെയ്യുകയാണ്, അതുപോലെ തന്നെ അവരുടെ കോപ്പിംഗ് എബിലിറ്റീസിനെ എല്ലാതുമായി യോജിച്ചു പോകാനുള്ള കഴിവിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? സ്ട്രെസ്സാണ്. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം സുനാമി, എർത്ത് ഫ്ലഡ്, ഇതെല്ലാം അതിൽ വരുന്ന അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ലൈഫ് ഇവൻറ്റ്സ്, ചിലപ്പോൾ നമ്മളുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടുന്ന പെട്ടെന്ന് വരുന്ന സിറ്റുവേഷൻസ് നമ്മൾക്ക് സ്ട്രെസ് കൊണ്ടുവരാൻ കാരണമാകുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കാം, ഈവൻ ഒരു എക്സാം പോലും ആയിരിക്കാം അതിനുള്ളൊരു കാരണം. മീൻസ് ബോഡീസ് റെസ്പോൺസ് ഓർ റിയാക്ഷൻസ് ടു റിയൽ ഓർ ഇമാജിൻഡ് ത്രെറ്റ്, ഇവന്റ് ഓർ ചേഞ്ച്. അപ്പോൾ നമുക്ക് സ്ട്രെസ് വരാൻ കാരണമായിട്ടുള്ള ഇവന്റ്, ത്രെറ്റ് ഓർ ചേഞ്ച്, ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെയാണ് നമ്മൾ സ്ട്രെസ്സേഴ്സ് എന്ന് പറയും. സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് പറയും? സ്ട്രെസ്സേഴ്സ് എന്ന് പറയും. ഈ സ്ട്രെസ് വരുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത് എന്നുകൂടി പറയാം. മീൻസ് സ്ട്രെസ് നമ്മളിൽ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മളിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവും. നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ, കോർട്ടിസോൺ എന്നീ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവും. സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നത് സാധാരണ ഒരു അപകടം മുന്നിൽ വരുമ്പോഴാണ് അത് വേണ്ടത്. ഇതെല്ലാം നമ്മളുടെ ബോഡിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഒരു ത്രെറ്റിനെ ഓവർകം ചെയ്യാം എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഇതൊരു റിയൽ ത്രെറ്റ് ആണോ സ്ട്രെസ് ആണോ എന്ന് മനസ്സിലാവാത്ത സാഹചര്യത്തിൽ ഒരു റിയൽ ത്രെറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. ഇത് റിലീസ് ആവുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ഇത് റിലീസ് ആവുന്നതോടുകൂടി നമ്മളുടെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് കൂടും. നെഞ്ചിടിപ്പ് കൂടും. നമ്മളുടെ കണ്ണുകൾ ഡയലേറ്റ് ആവും, നമ്മളുടെ മസിൽസ് ടെൻസ്ഡ് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കൂടും. ഇതെല്ലാം സ്ട്രെസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. Late Dr. Selye of University of Montreal Medical School defines stress as the non-specific response of the body to any demand made upon it എന്നാണ് പുള്ളിയുടെ ഡെഫിനിഷൻ ഉള്ളത്. അത് എന്ത് വേണം? സ്ട്രെസ് നമുക്കൊരു ആവശ്യമാണ്. പല സമയങ്ങളിലും സ്ട്രെസ് നമുക്ക് ആവശ്യമാണ്. അത് ഇങ്ങനെ ഒരു ലെവൽ വരെയുള്ള സ്ട്രെസ് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമുക്കൊരു എക്സാം എഴുതണം. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ശരിയായിട്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അതിനെ നെവർ മൈൻഡ് ആക്കി വിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രെസ് വേണ്ടതാണ് ഒരു ലെവൽ വരെ. പക്ഷെ അത് ഓവറായിട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മീൻസ് ഇപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് സ്ട്രെസ് വരുന്നതെന്നും കൂടി ഒന്ന് പറയാം. മീൻസ് നമ്മളൊരു ഹാപ്പി ന്യൂസ് പെട്ടെന്ന് നമ്മൾ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഹാപ്പി ന്യൂസ് കേൾക്കണം. ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോഴോ ഉടനെ നമ്മളുടെ ബോഡിയിൽ ഇതേ റിയാക്ഷൻ തന്നെയാണ് ഉണ്ടാവുന്നത്. എന്താണോ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്നത് അത് തന്നെയാണ് വരുന്നത്. ഇനി പെട്ടെന്ന് നമ്മളുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് പെട്ടെന്നൊരു ഫെറ്റൽ ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് നമ്മൾ സഡനായിട്ട് കേൾക്കുന്നത്. അപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. മീൻസ് in both cases body will respond in an identical manner. So in this sense stress cannot be avoided. It is a fact of life എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ living means what is life? Living എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are facing different life situations. അപ്പോൾ ഓരോ സിറ്റുവേഷനും ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് cannot be avoided എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. ഈ സമയത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഫസ്റ്റിൽ വരുന്ന റെസ്പോൺസ്, അതായത് പെർസ്പിറേഷനും ഇൻക്രീസ് ചെയ്യും, ഐസ് ഡയലേറ്റ് ചെയ്യും, മസിൽ ടെൻസ്ഡ് ആവും, BP ഇൻക്രീസ്ഡ് ആവും. ഇതിനെയൊക്കെ described by Dr. Cannon of Howard Medical School as an emergency reaction. ഇതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ എമർജൻസി റിയാക്ഷൻ എന്നും ഇതിനെ തന്നെയാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെസ്സിന് കാരണമാകുന്ന കാര്യങ്ങളെ, അത് പുറത്തുനിന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇന്റേണൽ ആയിരിക്കാം, എക്സ്റ്റേണൽ ആയിരിക്കാം, നമ്മളുടെ തോട്ട്സ് ആയിരിക്കാം, ബിഹേവിയർ ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ഇതിൽ ഏതാണെങ്കിലും അതാണ് സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ്സിന് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? പെർഫെക്ഷനിസം. പെർഫെക്ഷനിസം കൂടുതലുണ്ടെങ്കിൽ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. കൂടാതെ ലാക്ക് ഓഫ് റിസോഴ്സസ് കുറവാണെങ്കിൽ നമ്മൾക്ക് സ്ട്രെസ് കൂടാനുള്ള കാരണമുണ്ട്. പിന്നെ ടൈം മിസ്മാനേജ്മെന്റ്, ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് സ്ട്രെസ് കൂടാം. Stress is considered to be a factor of 85% of all ailments and diseases. അപ്പോൾ ടൈം മിസ്മാനേജ്മെന്റിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു എക്സാമാണ്, എക്സാം 9 o'clock അടുത്തുള്ള സ്കൂൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ എത്തി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ഭയങ്കരമായിട്ട് ട്രാഫിക് ജാം. അപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി, കാരണം നമ്മൾ കറക്റ്റ് 9 o'clock എത്തും. അങ്ങനെ അവിടെ ഒരു വിധത്തിൽ എത്തിച്ചേർന്നപ്പോൾ 9:05 മീൻസ് അപ്പോൾ തന്നെ അവിടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കാണുമ്പോഴേക്കും നമ്മൾ എന്തായി?
നമ്മൾ തീരെ റിലാക്സ്ഡ് അല്ലാത്തൊരവസ്ഥയിലാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാക്ക് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാൾക്ക് നമ്മൾ ആൾക്ക് വളരെ അത്യാവശ്യമാണ്, നമ്മളോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു, ഒരു 1000 റുപ്പീസ് അവർക്ക് കൊടുക്കണം. പക്ഷെ അത് നമ്മളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്താവും, നമുക്കൊരു സ്ട്രെസ്സിന് കാരണമാവും. ഇതെല്ലാം സ്ട്രെസ്സിനുള്ള കാരണമാണ്. പിന്നെ കൂടുതൽ സ്ട്രെസ്സേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഡെത്ത് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ഓർ ചൈൽഡ്, ഇതിൽ ഏത് സംഭവിച്ചാലും നമുക്ക് സ്ട്രെസ് വരാം. നമ്മളെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ബീയിങ് സെന്റ് ടു ജയിൽ, ഒരാളെ നമ്മളെ അല്ല മറ്റൊരാളാണെങ്കിലും ജയിലിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും, അതും നമുക്ക് സ്ട്രെസ്സിന് കാരണമാകും. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ്, അതും സ്ട്രെസ്സിന് കാരണമാണ്. ബിസിനസ് ഫെയിലിയർ, അത് മറ്റൊരു സ്ട്രെസ്സറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാരിറ്റൽ സെപ്പറേഷൻ ഡ്യൂ ടു ആർഗ്യുമെന്റ്സ്, നോട്ട് ഡൈവോഴ്സ്, മാരിറ്റൽ സെപ്പറേഷൻ ഡ്യൂ ടു ആർഗ്യുമെന്റ്സ്, അത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അൺവാണ്ടഡ് പ്രഗ്നൻസി, നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്തുള്ള പ്രഗ്നൻസി സ്ട്രെസ് വരുത്താം. ഡൈവോഴ്സ് ആൾസോ ഇസ് അനദർ റീസൺ. Then fired by an employment, അതായത് നമ്മളുടെ ബോസ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വരാം. ഡെത്ത് ഓഫ് എ ക്ലോസ് ഫ്രണ്ട്, കൂടാതെ സീരിയസ് ഇൽനെസ് ഓഫ് ഫാമിലി മെമ്പർ. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കേൾക്കുകയാണ് നമ്മളുടെ ഒരു ഫാമിലി മെമ്പറിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്, അത് ഈവൻ മാറാൻ പോലും പ്രയാസമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്, അത് സ്ട്രെസ്സിലേക്ക് വരാം. ഇനി അൺഎംപ്ലോയ്മെന്റും മറ്റൊരു വിഷയമാണ്. ഇനി സ്ട്രെസ് തന്നെ 2 വിധത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രെസ് ആവശ്യമാണ്, ഒരു പരിധിവരെ സ്ട്രെസ് ഓവർ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം സ്ട്രെസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, അത് നമ്മൾക്ക് വളരെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ എനർജറ്റിക് ആയിരിക്കാനും നമ്മളുടെ ബോഡി മൂവ്മെന്റ്സിനൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ സ്ട്രെസ് വരുന്ന സമയത്ത് അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. സ്ട്രെസ് തന്നെ പോസിറ്റീവ് സ്ട്രെസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് യു സ്ട്രെസ്. അപ്പോൾ ചിന്തിക്കുക എന്താണ് പോസിറ്റീവ് സ്ട്രെസ്. പോസിറ്റീവ് സ്ട്രെസ്സിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, positive stress motivating and enhances our functions. Positive stress or beneficial stress, അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ giving birth to a baby, that is a eustress. Marriage, receiving a promotion or starting a new job, swimming, exercise, ഇതെല്ലാം യൂസ്ട്രെസ് ആണ്. മീൻസ് ഇതെല്ലാം ഒരു ചേഞ്ച് ആണ് നമ്മൾ വരുത്തുന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്, പക്ഷെ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ബെനിഫിറ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഡിസ്ട്രെസ്, മീൻസ് ബാഡ് ഓർ ഓവർവെൽമിംഗ് സ്ട്രെസ് ദാറ്റ് ഇമ്പയർസ് അവർ ഫങ്ഷനിങ്. അതായത് നമ്മളെ സ്ട്രെസ് കാരണം നമ്മളുടെ ഫങ്ഷനെ ഇമ്പയർമെന്റ്, മീൻസ് നമുക്ക് നന്നായി ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവാം. അതൊക്കെയാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രെസ്സേഴ്സിലുള്ളത്. മീൻസ് ഡെത്ത് ഓഫ് വൈഫ്, ഹസ്ബൻഡ്, ചൈൽഡ്, ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളതാണ് ഡിസ്ട്രെസ്സിൽ വരുന്നത്. സ്ട്രെസ് തന്നെ ക്രോണിക് സ്ട്രെസ് ഉണ്ട്, അക്യൂട്ട് സ്ട്രെസ് ഉണ്ട്. അക്യൂട്ട് മീൻസ് സഡൻ ഓൺസെറ്റ്, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലാണ്, നമ്മൾ അവിടെ അവരുടെ ഗേറ്റ് തുറന്നു, നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, നമ്മൾ തീരെ ഒന്നും അതിനെപ്പറ്റി അവെയർ ആവുന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ ഫ്രണ്ടിനെ കാണാം, അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി ഓടി വരുന്ന സമയത്ത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഉടനെ നമ്മൾ തിരിഞ്ഞോടും. അഥവാ നമ്മുടെ കയ്യിൽ കുടയോ അടുത്തൊരു വടിയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ സമയത്തും ഇതേ എല്ലാ ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ വരികയാണ്. പെട്ടെന്ന് നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കൂടും, നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടും,
നമ്മളുടെ കണ്ണുകൾ പെട്ടെന്ന് ഫോക്കസ്ഡ് ആവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊരു അക്യൂട്ട് സ്ട്രെസ് ആണ്. കാരണം അത് സഡൻ ആയിട്ട് ഓൺസെറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഓടി വന്ന് ഗേറ്റിന് പുറത്ത് കിടന്ന് ഗേറ്റ് അടയ്ക്കുന്നതോടുകൂടി നമ്മൾ കുറച്ച് ഒരു ആശ്വാസമായി. അവിടെ ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് ബ്രീത്ത് എടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ നോർമൽ അതിലേക്ക് എത്തും. അത് എല്ലാ സമയത്തും അങ്ങനെയാണ് വരുന്നത്. മീൻസ് എപ്പോഴെങ്കിലും വരാത്ത സ്ട്രെസ് വരാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. സ്ട്രെസ് നമ്മൾ എപ്പോഴും നമ്മൾ സ്ട്രെസ്സിന് അടിമപ്പെടുന്നുണ്ട്. പക്ഷെ ആ സ്ട്രെസ് അക്യൂട്ട് സ്ട്രെസ് ആണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അതിൽ നമ്മൾ പെട്ടെന്ന് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ ടൈമിൽ നമ്മൾ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ക്രോണിക് സ്റ്റേജ് വരെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ക്രോണിക് സ്റ്റേജ് മീൻസ് കണ്ടിന്യൂസ് സ്ട്രെസ് ഓർ കോൺസ്റ്റന്റ് സ്ട്രെസ്. അതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിലാണ് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഇതിൽ പറയാം. ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾക്കറിയാം ടെൻഷൻ വരുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പം ഞാൻ കുട്ടികളെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഓരോ കുട്ടികളും മീൻസ് എല്ലാവരും ഡിഫറൻ്റ് ആണ്. എവരി പേഴ്സൺ ഈസ് യൂണീക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്ട്രെസ്സിൻ്റെ കാര്യത്തിലായാലും ടെൻഷൻ്റെ കാര്യത്തിലായാലും നമുക്ക് കാണാൻ കഴിയും. മീൻസ് ഡിഫറൻസ് stress tolerance for different people means different people act differently in the same situation. ഒരേ സിറ്റുവേഷനിൽ പല ആളുകളും പല രൂപത്തിൽ ആണ് പെരുമാറുന്നത്. അതായത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ എ ഡിമാൻഡിങ് ബോസ്. അതായത് വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോൾ ഒരു ഡിമാൻഡിങ് ബോസ്, അതായത് എപ്പോഴും എത്ര ചെയ്താലും ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആ ആളുടെ കീഴിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഓ എനിക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പറ്റണില്ല എന്ന രൂപത്തിൽ വരെ അവർ വരാം. പക്ഷെ മറ്റു ചിലർക്ക് അത് വളരെ ഈസി ഗോയിങ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പുള്ളി അങ്ങനെയാണ്, അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും ഓക്കെ എന്ന രൂപത്തിൽ പോകുന്ന ആളുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്ട്രെസ്സിന്റെ കാര്യത്തിൽ വളരെ അധികം നമുക്ക് കാണാൻ കഴിയും. ദെൻ വൾണറബിലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് വരാനുള്ള കാരണങ്ങൾ. ആൻസൈറ്റി കൂടുതലുള്ളവരിൽ സ്ട്രെസ് കാണാം. ആൻസൈറ്റി എത്രമാത്രം അധികമാണോ അത്രയും സ്ട്രെസ് വരുന്നുണ്ട്. ദെൻ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അമ്മയ്ക്ക് അച്ഛന് അങ്ങനെയൊക്കെ വരുമ്പോഴും സ്ട്രെസ് കൂടാം. ദെൻ പുവർ കോപ്പിംഗ് സ്ട്രാറ്റജീസ്, മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന് സ്ട്രെസ് വരുന്ന ആളുകളുണ്ട്. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പുവർ, അതായത് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയാത്ത, അതായത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റുള്ള ആളുകൾക്ക് സ്ട്രെസ് വരാം. ദെൻ കെമിക്കൽ ഇംബാലൻസ് സ്ട്രെസ്സിനൊരു കാരണമാണ്. മീൻസ് ഡോപ്പാമൈൻ ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് ഡോപ്പാമൈൻ, ഇൻക്രീസ്ഡ് ഡോപ്പാമൈൻ ഇൻ ദ ബ്രെയിൻ ഡ്യൂ ടു സ്ട്രെസ് ബ്രെയിൻ സ്ട്രക്ചർ റെഡ്യൂസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻക്രീസ്ഡ് ഡോപ്പാമൈൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സ്ട്രെസ് വരും. ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് ഉപയോഗിക്കുന്നവരിൽ സ്ട്രെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വിന്റർ ബർത്ത് അതിനൊരു കാരണമായിട്ട് പറയും. വിന്റർ ബർത്ത് മീൻസ് ശൈത്യകാലത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ, അത് ഒരു സ്ട്രെസ്സിനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല, അത് ബുക്കിൽ ഉള്ളതാണ്. ഇപ്പം ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് വളരെ ചെറിയ രൂപത്തിലായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ അടിക്കടി രോഗങ്ങളും ദഹന പ്രശ്നങ്ങളും ഉണ്ടാവും. അടിക്കടി രോഗങ്ങളും ദഹന പ്രശ്നങ്ങളും വരും. ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മുടെ ബ്രെയിനിൽ എത്തിയാൽ ഉടനെ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ബ്രെയിനിലുള്ള പേടിയുടെ കേന്ദ്രങ്ങളെ അത് ഉദ്ദീപിക്കുന്നു. പേടിയുടെ കേന്ദ്രം മീൻസ്
അമിഗ്ഡല ഇസ് ദ സീറ്റ് ഓഫ് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. അമിഗ്ഡലേനെയാണ് പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുന്നത് ബ്രെയിനിലുള്ള. അപ്പം പെട്ടെന്ന് നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൈവിറക്കല്, വിറയല്, ഡ്രൈ മൗത്ത്, തേഴ്സ്റ്റ്, നമ്മളുടെ BP ഇൻക്രീസ് ആവും, ബ്രീത്തിങ്, പാൽപിറ്റേഷൻ ഇതെല്ലാം ഇൻക്രീസ് ആവും, ഐസ് ഡയലേറ്റ് ആവും, അതായത് കണ്ണുകൾ ഇങ്ങനെ വികസിച്ചിരിക്കും, മസിൽസ് ടെൻസ് ആവും. അതോടൊപ്പം തന്നെ നമുക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് ക്രോണിക് ഫറ്റീഗ്, അതായത് വളരെ സിവിയർ ആയിട്ടുള്ള ക്ഷീണം, എപ്പോഴും കിടക്കണം എന്നുള്ള തോന്നല്, അതായത് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും മറ്റുള്ളവർ നിർബന്ധിക്കണം എന്ന അസ്വസ്ഥത വരുന്നുണ്ട്. അത് നമ്മളുടെ സ്ട്രെസ്സിൽ വരുന്ന ഏറ്റവും മോശമായ ഒരു സിംറ്റമാണ്. പിന്നെ ഇൻസോമിനിയ ഓർ ഹൈപ്പർസോമിനിയ. ഇൻസോമിനിയ മീൻസ് ഉറക്കമില്ലാത്ത അവസ്ഥ, ഹൈപ്പർസോമിനിയ മീൻസ് ഉറക്കം കൂടുന്ന അവസ്ഥ. അത് ചിലവരിൽ ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ചിലരിൽ ഉറക്കം കൂടുതലായിരിക്കും, ചിലരിൽ ഉറക്കം കുറവായിരിക്കും. അതുപോലെ ചിലരിൽ പുവർ അപ്പിറ്റൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്. അതായത് പുവർ അപ്പിറ്റൈറ്റ് മീൻസ് വിശപ്പ് കുറവായിരിക്കും ചിലരിൽ. മറ്റു ചിലരിലാണെങ്കിലോ എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരാത്ത ഒരവസ്ഥ. ഇനി ഉറക്കം അഥവാ ഉറങ്ങുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും? നൈറ്റ് മെയർസ്, അതായത് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ വിവിധ തരം ഏക്സ് ആൻഡ് പെയിൻസ് സ്ട്രെസ്സിൽ ഉണ്ടാകുന്നതാണ്. അതായത് ജോയിന്റ് പെയിൻസ് വരാം, തലവേദന, ടെൻഷൻ ഹെഡേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ചിലപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ മെൻസ്ട്രൽ ടെൻഷൻ, അതായത് പീരിയഡ്സിന് മുന്നുണ്ടാകുന്ന കുറച്ച് അസ്വസ്ഥതകളുണ്ട് ലേഡീസിനെ സംബന്ധിച്ച്. ദെൻ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, അതായത് കറക്റ്റായിട്ട് വരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിസോർഡേഴ്സും വരുന്നു. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുള്ളത് പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി. ഈ രണ്ട് ടൈമിലും ഡിപ്രഷൻ വരാനുള്ള സാധ്യത സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ പറ്റി മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. മെനോപോസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡൽ ടെൻഡൻസി ഓൾറെഡി വരുന്നത് ഡിപ്രഷനിലാണ്. അപ്പോൾ ഇതിൽ സൂയിസൈഡൽ ടെൻഡൻസി സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുവർ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ, മെമ്മറിയും കോൺസെൻട്രേഷനും വളരെ കുറവായിരിക്കും. ദെൻ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, സെക്ഷൽ ആയിട്ടുള്ള ഡിസ്ഫങ്ഷൻസ്, അതായത് ശരിയായിട്ടുള്ള നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് ലൈക്ക് ദാറ്റ്. ദെൻ മെറ്റബോളിക് ചേഞ്ചസ്, അതായത് നമ്മളുടെ ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, മെറ്റബോളിക് ചേഞ്ചസ് വരുന്നു. സോ ഡിക്രീസ് ഇൻ ഇമ്മ്യൂണിറ്റി പവർ. മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ഡിക്രീസ് ആവും. മീൻസ് ഇതിൽ എന്താണ് പറയുന്നത്? ചാൻസസ് ഓഫ് മൗത്ത് അൾസേഴ്സ് ടു ക്യാൻസർ. മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയും വളരെ ഒരു സിമ്പിളാണ് അല്ലേ, സിമ്പിളാണ് മൗത്ത് അൾസർ, വായിലുണ്ടാകുന്ന പുണ്ണ്. അത് പക്ഷേ ഇറ്റ് ഈസ് ടു പെയിൻഫുൾ. അപ്പോൾ സ്ട്രെസ് കൊണ്ട് അത് മുതൽ വലിയ അസുഖമായ, അതായത് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്ന ക്യാൻസർ വരെ ഉണ്ടാകാൻ സ്ട്രെസ് കാരണമാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇനി സ്ട്രെസ് നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റേജസ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിന് പല സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അക്കോർഡിംഗ് ടു ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ബൈ ഡോക്ടർ സെല്ലിയെ, if we experience intense stress over a prolonged period of time, we react in 3 ways. നമ്മൾ കുറേ നാളുകൾ വളരെ സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ 3 പ്രോഗ്രസീവ് സ്റ്റേജിൽ കൂടി കടന്നു പോകും എന്നാണ് ഡോക്ടർ സെല്ലിയെ പറഞ്ഞിട്ടുള്ളത്. അതായത് അത് അലാം ഫേസ്, റെസിസ്റ്റൻസ് ഫേസ് ആൻഡ് എക്സോഷൻ ഫേസ്. ഇതിൽ അലാം ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം. If anything stressful happened or perceiving anything stressful, psychological changes occur in your body.
means it will disrupt the body's normal balance. സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ നോർമൽ ഇക്വിലിബ്രിയം, നമ്മുടെ ബോഡിയിലെ നോർമൽ ഇക്വിലിബ്രിയത്തിന് അത് ഡിസ്റ്റർബ് ചെയ്യുന്നു. If we perceive or if anything happens stressful, psychological changes occur in our body. Immediately body begins to respond to the stressors effectively as possible. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മളെ ബോഡി സ്ട്രെസ്സേഴ്സിനെതിരെ പ്രതികരിച്ചു തുടങ്ങും. അപ്പൊ എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്? ഇറ്റ് പംപ്സ് സ്ട്രെസ് ഹോർമോൺസ് ആൻഡ് പ്രിപ്പയർസ് ദ ബോഡി ഫോർ എ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ അതൊരു ഓർഡറിൽ പറയുകയാണെന്ന് മാത്രം. ഈ സമയത്ത് പെട്ടെന്ന് എന്തായിരിക്കും? സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ്? സ്ട്രെസ്സേഴ്സിനോട് പൊരുതാണ് നമ്മളെ ബോഡി. പമ്പ് സ്ട്രെസ് ഹോർമോൺസ് ആൻഡ് പ്രിപ്പയർസ് ദ ബോഡി ഫോർ എ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. എക്സാമ്പിൾ, അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോഗ് നമ്മളുടെ ഫ്രണ്ടിൽ വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സർജറി ഫേസ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഒരു സർജറി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ആക്കി, മീൻസ് അനസ്തേഷ്യ ഒക്കെ തന്നിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. എന്നിരുന്നാലും ആ അൺകോൺഷ്യസ് സ്റ്റേജിൽ പോലും ഡോക്ടർ നൈഫ് കൊണ്ട് വരുമ്പോൾ നമ്മളെ ബോഡി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോ എന്നെ കത്തി കൊണ്ട് കുത്താൻ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാം റെഡിയായി നമ്മളവിടെ സൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ അൺകോൺഷ്യസ് ആക്കി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും അവിടെയും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? സ്ട്രെസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ് 1 ദിവസം 2 ദിവസം ഇടുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളിൽ റിലീസായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നോർമലായി നമ്മളെ ബോഡി മരുന്ന് നമ്മളെ ബോഡി എടുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മളെ സാധാരണ റൂമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അലാം ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി പറയാം. പാൽപിറ്റേഷൻ, ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ. അതായത് ചില ആളുകൾക്ക് തണുപ്പാണ് അനുഭവപ്പെടുക, ചില ആളുകൾക്ക് ചൂടായിരിക്കും. ദെൻ ഹോർമോണൽ ചേഞ്ചസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൻ എമർജൻസി റിയാക്ഷൻ. ഇത് തന്നെയാണ് ഒരു എമർജൻസി റിയാക്ഷൻ എന്നും പറയുന്നത്. അതാണ് അലാം സ്റ്റേജ്. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് റെസിസ്റ്റൻസ് ഓർ അഡാപ്റ്റേഷൻ ഫേസ്. Here body tries to repair the damage happened in the alarm stage. ഈ അലാം സ്റ്റേജിൽ ഉണ്ടായ ഡാമേജിനെ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ് ഈ റെസിസ്റ്റൻസ് സ്റ്റേജിൽ ബോഡി ചിന്തിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഫറ്റീഗ്, കോൺസെൻട്രേഷൻ ലാപ്സസ്, ഇറിറ്റബിലിറ്റി, ലെത്താർജി, ഇതെല്ലാം മറ്റുള്ളവർക്ക് നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ വളരെ ക്ഷീണം, നമ്മൾക്ക് എല്ലാറ്റിനും ഒരു മടി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഒരു വിഡ്രോവൽ. മീൻസ് വീട്ടിലാണെങ്കിലും ഓഫീസിലെ കാര്യമാണെങ്കിലും കുട്ടികളിലും സ്ട്രെസ് ഉണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഈ റെസിസ്റ്റൻസ് സ്റ്റേജിൽ വരുമ്പോഴേക്കും അത് മറ്റുള്ളവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മളെ ബിഹേവിയറിൽ വരുന്ന സിംറ്റംസ്, ലാക്ക് ഓഫ് എൻതൂസിയാസം ഫോർ ഫാമിലി, സ്കൂൾ വർക്ക് ഓർ ലൈഫ് ഇൻ ജനറൽ. ലൈഫിന് മൊത്തത്തിൽ നമുക്കൊരു ലാക്ക് ഓഫ് എൻതൂസിയാസം. പിന്നെ ബിഹേവിയറൽ സിംറ്റംസ് വരുന്നുണ്ട് വീണ്ടും. അത് നൈറ്റ് മെയേഴ്സ്, അതായത് ദുസ്വപ്നങ്ങൾ കാണും എന്ന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ നെർവസ് ഹാബിറ്റ്സ് ലൈക്ക് നെയിൽ ബൈറ്റിംഗ് ഓർ ഫുഡ് ടാപ്പിംഗ്. നമ്മളെ കുട്ടികൾ വരുമ്പോൾ അവരുടെ LD അസസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പർട്ടിക്കുലറായിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നെയിൽ ബൈറ്റിംഗ്. മീൻസ് അവർ ആൻഷ്യസ് ആണോ അല്ലെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. മീൻസ് സ്ട്രെസ്, ആൻസൈറ്റി ബോത്ത് ആർ ഡിഫറെൻറ്റ്. സ്ട്രെസ് കുറേ കാലം കണ്ടിന്യൂസ് സ്ട്രെസ് വന്നാൽ അത് ഇറ്റ് വിൽ ലീഡ് ടു ആൻസൈറ്റി ആൻഡ് ദെൻ ലീഡ് ടു ഡിപ്രഷൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് എല്ലാ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസിൻ്റെയും പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് സെക്സ് ഡ്രൈവ്, മീൻസ് സെക്സിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ടീത്ത് ഗ്രൈൻഡിങ്, അതായത് പല്ലുകൾ കടിക്കും, അത് ഇതിൽ വരുന്നതാണ്. ഇറിറ്റബിലിറ്റി ഓർ ഇംപേഷ്യൻസ്, ഒന്നിനൊരു ക്ഷമയില്ല, എല്ലാം പെട്ടെന്ന് ഒന്നും വെയിറ്റ് ചെയ്തിരിക്കാനോ അതിനൊന്നും സമയമില്ലാത്തൊരവസ്ഥ. ക്രൈയിങ് ഓവർ മൈനർ ഇൻസിഡൻസ്, ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾക്ക് പോലും കരച്ചിൽ, ക്രൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്.
ഇനി ഇതിൽ തന്നെ കോഗ്നേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്. കോഗ്നേറ്റീവ് മീൻസ് വൈജ്ഞാനികം, മീൻസ് നമ്മളുടെ ബോധതലത്തിൽ നമ്മളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കോഗ്നേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഗ്നേറ്റീവില് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത് പുവർ പ്രോബ്ലം സോൾവിങ്. റെസിസ്റ്റൻസ് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യമാണ് പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും. ഇതിൽ തന്നെയാണ് വരുന്നത് നൈറ്റ് മെയർസ്, ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു അവർ സറൗണ്ടിങ്സ്. അത് റെസിസ്റ്റൻസ് സ്റ്റേജിൽ തന്നെ വരുന്നതാണ്. ഇതിനോടൊപ്പം ഇമോഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, അതായത് നമ്മളുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ. അതും കൂടി നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ടിയർഫുൾനെസ്, ഇപ്പോഴും കരയുന്ന അവസ്ഥ, ഫിയർ, പേടി, ആൻസൈറ്റി, പാനിക്, പെട്ടെന്ന് പാനിക് ആവുക, മീൻസ് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് പോവുക, കുറ്റബോധം, അജിറ്റേഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിൽ വരുന്നതാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് എക്സോഷൻ എന്ന് പറയും. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ സ്ട്രെസർ ഈസ് നോട്ട് ബീങ് മാനേജ്ഡ് എഫക്റ്റീവ്ലി. ഈ സമയത്ത് ഇപ്പൊ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ, പക്ഷെ ഈ സമയത്ത് അത് നമുക്ക് അത് ബോഡിക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മീൻസ് മൈൻഡ് ആൻഡ് ബോഡി ആർ നോട്ട് ഏബിൾ ടു റിപ്പയർ ദ ഡാമേജസ്. അതാണ് എക്സോഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. മീൻസ് സിംറ്റംസ് പ്രോഗ്രസീവ് മെന്റൽ ഫിസിക്കൽ എക്സോഷൻ, ഇൽനെസ് ആൻഡ് കൊളാപ്സ്. ഇതിലാണ് നമ്മൾ എപ്പോഴും അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് കൊളാപ്സ് ആയി പോകുന്ന ഒരവസ്ഥ വരുന്നത് ഈ തേർഡ് സ്റ്റേജിലാണ്. അതിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്. ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ അതിനാവശ്യമായ ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. മീൻസ് ബ്രെയിനിലേക്കും നമ്മുടെ മസിൽസിലേക്കുമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ നമ്മുടെ സ്റ്റൊമക്കിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും, നമ്മളെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ സമയത്ത് നമ്മൾക്ക് ഇൻഡൈജഷൻ സംഭവിക്കും. അതായത് കൂടുതൽ ക്രോണിക് സ്ട്രെസ് ഉള്ളവരിൽ ഇൻഡൈജഷൻ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് അൾസേഴ്സ് ഇൻ ദ സ്റ്റൊമക്ക് വരാം, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഫിസ്റ്റുല, ഫിഷർ, പൈൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരാം. ഈ സ്റ്റേജിൽ തന്നെയാണ് ഇൻസോമിനിയ, ലോസ് ഓഫ് ടെമ്പർ ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇനി സ്ട്രെസ് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ക്യാൻ കോസ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, ബോഡി ഡിസീസസ് എക്സെട്ര. ലേറ്റ് ഡോക്ടർ ഡെൻവർ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. BP, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്സ്, ഇതിനെല്ലാം കാരണമാകുന്നുണ്ട് സ്ട്രെസ്. It may lead to allergic reactions and sexual disorders in both male and female. ഇങ്ങനെ ഇതിനെല്ലാം കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എങ്ങനെ ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനായിട്ട് ഒത്തുപോകാൻ പറ്റുക? സ്ട്രെസ് ഇല്ലാതെ ഒരാൾക്കും ജീവിതമില്ല. മരണത്തിൽ കൂടി മാത്രമേ നമ്മൾ സ്ട്രെസ് ഫ്രീ ആവുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ? ഇൻക്രീസിങ് സ്ട്രെസ് ടോളറൻസ്. ത്രൂ ഇൻക്രീസിങ് സ്ട്രെസ് ടോളറൻസ് നമുക്ക് എങ്ങനെ കൂട്ടാം? അതിന് ഇറ്റ് ഹാസ് 2 aspects. 1 psychological aspects and 2 physical aspects. അപ്പോൾ സ്ട്രെസ് ടോളറൻസിന് 2 വശങ്ങളുണ്ട്. ഒന്ന് സൈക്കോളജിക്കൽ ആസ്പെക്ട്. സൈക്കോളജിക്കൽ ആസ്പെക്റ്റിന് എന്ന് പറഞ്ഞാൽ നീഡ് എ ഹെൽത്തി സെൽഫ് ഇമേജ്. ഒരു സെൽഫ് ഇമേജ് വേണം. ഹെൽത്തി സെൽഫ് ഇമേജ് മീൻസ് ഫീൽ ഗുഡ്, ഹൂ ആൻഡ് വാട്ട് ആം ഐ എന്നത് നമുക്കറിയണം. You are aware of your abilities, mistakes and accepting as they are. അതായത് എൻ്റെ എബിലിറ്റി എന്താണെന്ന് അറിയണം, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് അറിയണം. മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഫുള്ള് 100% അല്ല എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് എന്ത് ഗുഡ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ഫിസിക്കൽ ആസ്പെക്ട്സ് സ്ട്രെസ്സിൽ നമുക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് വേണ്ടത് 7 to 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? ഒരു സ്ലീപ്പ് ഹൈജീൻ മീൻസ്
കിടക്കുന്നതിന് ഒരു 4-5 മണിക്കൂർ മുന്നേ നമ്മൾ ചായ കാപ്പി അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഈവനിങ് ഒരു 5 to 6 എന്തെങ്കിലും വേർക്കുന്ന തരത്തിലുള്ള ഒരു എക്സസൈസ് ചെയ്യണം. തണുത്ത വെള്ളത്തിൽ കുളിക്കണം. കറക്റ്റ് ടൈമിന് എന്നും ഒരേ ടൈമിൽ കിടക്കണം. അതുപോലെ രാവിലെ നേരത്തെ ഒരേ ടൈമിൽ തന്നെ എഴുന്നേൽക്കണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ലീപ്പ് ഹൈജീൻ കീപ്പ് ചെയ്താൽ വളരെ നല്ലതാണ്. ദെൻ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. ദെൻ ബാലൻസ്ഡ് ഡയറ്റ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഇൻ എ ഡേ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? ഫിസിക്കൽ 8 hours ഓഫ് സ്ലീപ്പ്, അവോയ്ഡ് സ്മോക്കിംഗ്, ബാലൻസ്ഡ് ഡയറ്റ്, എക്സസൈസ് റെഗുലർലി ഫോർ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ. ഇനി അതർ ടെക്നിക്സ് ഇൻ സ്ട്രെസ് മാനേജ്മെന്റ് ആർ ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. ബിൽഡിംഗ് എ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം മീൻസ് സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, നമ്മളെ പോലെ ഇതേ സ്ട്രെസ് അനുഭവിക്കുന്ന മറ്റുള്ള ആളുകളും കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവര് ഒന്നിച്ചൊരു കൂട്ടായ്മ. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, എങ്ങനെ അതിന് ഓവർകം ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ദെൻ പ്രാക്ടീസ് മെഡിറ്റേഷൻ, ലേൺ ടു റിലാക്സ്, സ്പെൻഡ് 15 to 20 minutes a day. ഇംപ്ലിമെന്റിങ് ടൈം മാനേജ്മെന്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കൂടാതെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വരാറുണ്ട്. സ്ട്രെസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ബ്രീത്തിങ് എക്സസൈസ്, അതായത് റിലാക്സേഷന് വേണ്ടി കുറെ ഫോൾട്ടി മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. The following methods like smoking cigarette, make a drink or two. ചിലപ്പോൾ ആളുകൾ 1-2 പെഗ് എടുക്കും, അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ്, വാച്ചിങ് ടെലിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ അത് ആക്ച്വൽ റിലാക്സേഷൻ അല്ല. വി ഹാവ് ടു റിലാക്സ് ദ ആക്ച്വൽ വേ or healthy strategies for relaxation. ഇനി സ്ട്രെസ് ഇനോക്കുലേഷൻ ടെക്നിക് എന്ന് മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതിന് 3 phases ആണുള്ളത്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ഫേസ്, റിഹേഴ്സൽ ഫേസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഫേസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഫേസ് മീൻസ് ഇൻ എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വാട്ട് വിൽ ഹാപ്പൻ. അതിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഗോയിങ് ടു എ ഹോസ്പിറ്റൽ ഫോർ എ സർജറി. ഇപ്പോൾ സർജറിക്ക് പോകുമ്പോൾ അയാൾ വളരെ പേടിയാണ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയാണ് സർജറി കഴിഞ്ഞാൽ എന്ത്, സർജറിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളും പുള്ളിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ദെൻ റിഹേഴ്സൽ ഫേസ്. ഇതിൽ നമുക്ക് റിഹേഴ്സൽ ഫേസ് പറ്റില്ല. അപ്പം നമ്മൾ അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇഫ് ഐ നീഡ് ടു ഗിവ് എ ടോക്ക് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുന്നിൽ ഒരു ടോക്ക് കൊടുക്കണം. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം? റിഹേഴ്സ് അറ്റ് ഹോം അണ്ടിൽ ഐ ആം കോൺഫിഡൻറ്റ്. ഞാൻ കോൺഫിഡൻ്റ് ആവുന്നത് വരെ ആൾക്ക് വീട്ടിൽ അതിനുള്ള റിഹേഴ്സ് എടുക്കാം. ദെൻ ഇംപ്ലിമെന്റേഷൻ ഫേസ്. പേഴ്സൺ ആക്ച്വലി ക്യാരീസ് ഔട്ട് ദ പ്ലാൻ. അതായത് ആ കാര്യം പേഴ്സൺ അതുപോലെ തന്നെ ചെയ്യാന്നുള്ള. ഇനി ഇപ്പൊ ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു റിലാക്സേഷൻ എക്സസൈസ് ചെയ്യാം എന്നാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ്സിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് റിലാക്സേഷൻ ടെക്നിക്. ഒരു റിലാക്സേഷൻ ചെയ്യാൻ എല്ലാവരും റെഡിയാണോ? എങ്ങനെയാണ് അറിയാം? അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി. ഓക്കെ, sit comfortably on your seat. All of you sit comfortably on your seat. Both of your arms gently resting on your lap. And concentrate on your breathing. Take 3 deep breaths deep into your lungs. Take 3 deep breaths deep into your lungs and close your eyes.
Your eyes are closing now. You are relaxing more and more. Your eyes are comfortably closed now and you feel very relaxed. You are enjoying this relaxation and going deeper and deeper into this relaxation. Every breath you take makes you feel more relaxed, calm, and comfortable. Now I am going to count 1 to 10. At the end of the count, you will relax even 10 times more than you relax now. Number 1, the muscles of your face and jaws are very relaxed. The muscles of your face and jaw are very relaxed as this relaxation is going down your body. 2, the muscles of your neck are very relaxed and so are the muscles of your shoulders. Both of your arms and hands feel so relaxed now. Both of your arms and hands feel so relaxed now. As you are breathing deeply and heavily, the muscles of your chest are relaxing. This relaxation is going down over the muscles of your back, stomach, and your abdomen. You feel very beautifully relaxed now. As this relaxation is going down over the muscles of your thighs. 7, the muscles of your legs are very relaxed now. The muscles of your legs are very relaxed now. The muscles of your ankles and toes are very relaxed now. As you feel so wonderfully at ease. You are feeling calm, comfortable, and peaceful. 9, you are drifting deeper and deeper into this relaxation. 10, every muscles of your body is relaxed now. And as you are breathing deeply and heavily, you are going deeper and deeper into this wonderful relaxation. As you practice this relaxation regularly, you will be able to master this technique of relaxation that help you to cope up with stress. Anytime you are stressed, you will be able to relax yourself. Now you will not hear my voice for some time. By that time, you will go down deeper and deeper into a wonderful state of relaxation. Just concentrate on your breath. Let thoughts come and go. Don't try to control it forcefully and don't go after it. Just 1 minute. Do that. Now I am going to count 1 to 3.
1. You have gone through a beautiful state of relaxation. 2. When I count 3, you may open your eyes. 3. Slowly open your eyes. റിലാക്സേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ഈ ടൈപ്പിലുള്ള റിലാക്സേഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെയിലി ഇന്ന റെഗുലർ ടൈമിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്. നമ്മളുടെ ഹെഡ് ടു ബോട്ടം ബോഡി പാർട്സിനെയാണ് റിലാക്സ് ചെയ്യുന്നത്. മീൻസ് നമുക്കറിയാം മൈൻഡ് ഈസ് മെറ്റാഫിസിക്കൽ. ഇറ്റ് ഈസ് നോ ഫിസിക്കൽ ഓർഗൻ. മൈൻഡ് ഈസ് ദ process of the brain. So we are relaxing all our body parts. Through this we can relax our mind also. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. ഇത് ചെയ്താൽ സ്ട്രെസ്സിനെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. ഇനി സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളും കൂടി പറയാം. ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു അക്യൂട്ട് സിറ്റുവേഷനിൽ സ്ട്രെസ്, അപ്പൊ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. മീൻസ് നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ടൈപ്പ് ഓഫ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു വാക്കിന് പോവുക, അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു ചെറിയ വാക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ള ലേണിംഗ് ടു ആക്സെപ്റ്റ് ഇറ്റ് വിത്തൗട്ട് ഫീലിംഗ് സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ഇതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എന്ത് സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ എന്ത് ഇവന്റ് ആയാലും അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ റിയാലിറ്റി. വി ഹാവ് ടു ആക്സെപ്റ്റ് ഓൾ റിയാലിറ്റീസ്. പിന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതെല്ലാം നമുക്ക് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാം. അതായത് ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എന്ന് പറയും. അതായത് മെഡിക്കേഷൻ, ദെൻ ടോക്കിംഗ് തെറാപ്പീസ് മീൻസ് കൗൺസിലിംഗ് ലൈക്ക്, ദെൻ വർക്ക് ആൻഡ് പ്ലേ, അതാണ് സൈക്കോ സോഷ്യൽ അപ്രോച്ച്. പിന്നെ മറ്റൊരു കാര്യത്തിലൂടെ ഡിറ്റാച്ച്ഡ് തിങ്കിങ് മീൻസ് നമ്മളുടെ ചിന്തകളാണെന്നും ഫീലിങ്സ് വെറും ഫീലിങ്സ് ആണ്, വെറും ചിന്തകളാണ്, ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ഡിറ്റാച്ച്ഡ് തിങ്കിങ്, നമ്മൾക്ക് ചിന്തകൾ വന്നു, നമ്മളെ OCD ഒക്കെ ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് അതിനെ കണക്കിലെടുക്കുന്നത്, അതായത് അത് വെറും ചിന്തകളാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ട, വന്നു പോയിക്കോട്ടെ, പക്ഷെ അത് വെറും ചിന്തകളാണ്, ആ ചിന്തകൾക്ക് അനുസരിച്ചല്ല ഞാൻ എന്ന് സ്വയം പറയുക എന്നുള്ളതാണ് ഡിറ്റാച്ച്ഡ് തിങ്കിങ്. ആൻഡ് മൈൻഡ്ഫുൾനെസ് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. മീൻസ് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. മീൻസ് ഫോക്കസ് ഇൻ ദ പ്രസന്റ്, ഡോണ്ട് തിങ്ക് ആൻഡ് സാഡ് അബൌട്ട് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ലിവ് ഇൻ ദ പ്രസന്റ്, ഡോണ്ട് ആൻഷ്യസ് അബൌട്ട് ടുമോറോ. അപ്പോൾ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മീൻസ് നമ്മൾ കുളിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം മഗ്ഗിലെടുക്കുന്നു, നമ്മൾ ബോഡിയിൽ വെള്ളം ഒഴിക്കുന്നു, നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നു, വീണ്ടും വെള്ളം ഒഴിക്കുന്നു, നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കുന്നു, തല തുറന്നു. ഇത് ഓരോന്നും നമ്മൾ അവെയറായിട്ട് ചെയ്യുക. ഒരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ, അതായത് എല്ലാം മൈൻഡ് അതിലേക്ക് കറക്റ്റ് കോൺസെൻട്രേറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വെച്ചത് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് ബ്രീത്തിങ്, നമ്മൾ വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, വളരെ കുറേ സമയം എടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അപ്പോൾ അതിൽ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ പാരാസിമ്പതറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. മീൻസ് നമ്മൾ റിലാക്സ്ഡ് ആവും.
അപ്പം അത് കുറച്ച് സമയം ഒരു സ്ഥലത്തിരുന്ന് ബ്രീത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡീപ് ബ്രീത്ത് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യാം. അത് തന്നെ വേറെ പല മോഡലിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എക്സസൈസ് എല്ലാവർക്കും ഇപ്പോൾ റിലാക്സേഷൻ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം അതിന് അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉപയോഗിക്കാം. നമ്മളൊരു 4 times 4 എണ്ണുന്നത് വരെ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ഫോർ 4 minutes 4 seconds ഹോൾഡ് ചെയ്യുക, ദെൻ 1 to 4 എണ്ണുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. അങ്ങനെ ഒരു റേഷ്യോ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രീത്ത് ഇൻ ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്ത് ബ്രീത്ത് ഇൻ, കുറച്ച് സമയം ഹോൾഡ്, അതിലും കൂടുതൽ സമയം എടുത്തിട്ട് ബ്രീത്ത് ഔട്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം ഒരു ഈക്വൽ വേല്, അതായത് 4 ഇൻഹെയിൽ, 4 എന്ന് കൗണ്ട് ചെയ്യുന്നത് വരെ ഇൻഹെയിൽ, 4 കൗണ്ട് ചെയ്യുന്നത് വരെ ഹോൾഡ്, ദെൻ 4 കൗണ്ട് ചെയ്യുന്നത് വരെ എക്സെയിൽ. ഈ എക്സെയിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹോൾഡ് 4 കൗണ്ട് ചെയ്യുന്നത് വരെ. 4:4:4:4 ഈ ഒരു റേഷ്യോയിൽ വേണമെങ്കിലും നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ മറ്റൊന്നുള്ളത് നമുക്ക് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഫോക്കസിങ് ഓർ കോൺസെൻട്രേറ്റിംഗ് ഓൺ വൺ തിങ് എന്നാണ്. അത്രയേ ഉള്ളൂ മെഡിറ്റേഷനിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റിനെ മൈൻഡിൽ കണ്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം, ഒരു പൂവിനെ കണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്തിനെ തന്നെ ആശ്രയിക്കാം? നമ്മളുടെ ബ്രീത്തിനെ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. മീൻസ് അതിൽ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുകയോ എക്സെയിലോ ഇൻഹെയിലോ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് അവർ ബ്രീത്ത്. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. നമ്മളുടെ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നു, അപ്പോൾ നമ്മളുടെ വയറ് വികസിക്കുന്നു, നമ്മളുടെ നെഞ്ച് വികസിക്കുന്നു. അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം, ഒരു 10 minutes ഒക്കെ നമ്മൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്താലും നമുക്ക് സ്ട്രെസ് ലെവല് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സമ്മറി ആയിട്ട് പറയണം. ഇപ്പോൾ എടുത്ത ക്ലാസ്സിന്റെ ഒരു സമ്മറി ആയിട്ട്, ഇനഫ് സ്ലീപ്പ്, ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, നല്ല ഉറക്കം നമ്മൾ പറഞ്ഞല്ലോ, അത് വേണം. റെഗുലർ എക്സസൈസ് വേണം, ബാലൻസ്ഡ് ഡയറ്റ് വേണം. നമ്മുടെ ലൈഫിനെ ഒരു പോസിറ്റീവായിട്ട് കാണണം. മീൻസ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഹോമിൽ നമ്മൾ മറ്റു പുറത്തുനിന്നുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ, വീട്ടിലെ വൈഫ്, കുട്ടികൾ അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സായിട്ട് നല്ല രീതിയിൽ ഇടപെടുക. മറ്റ് സ്ട്രെസ്ഫുൾ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അത് ഒരു നല്ല സ്ട്രെസ് റിമൂവിങ് പ്ലേസ് ആയിട്ട് വീട്ടിനെ കാണാൻ പറ്റണം. ദെൻ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യാം. ഫാമിലിയിൽ നമുക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റാണ്. പക്ഷെ എന്ത് ചെയ്യും? നമ്മളുടെ സ്ട്രെസ്സിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറയും, നമ്മളുടെ മനസ്സ് കുറെ ഫ്രീ ആവും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ശീലമുള്ളത് നല്ലതാണ്. പിന്നെ യാത്രകൾ വളരെ ഉല്ലാസം പകരും. നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു ഇടത്തേക്കുള്ള ചേഞ്ച് നമ്മൾക്ക് നല്ല ഹാപ്പിനെസ് തരും. പിന്നെ ഓരോ ചെറിയ കാര്യം, ഇപ്പം നമ്മൾ സ്ട്രെസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾ അതിനോടുകൂടി ആഡ് ഓൺ ആയി വരും. അതുപോലെ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ലിവ് എ ഹെൽത്തി ലൈഫ്. ഇനി അടുത്ത സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. The famous serenity prayer.
മീൻസ് ഇതിൽ എന്താ പറയുന്നതെന്ന്, ഗ്രാൻഡ് മീ ദ സെറനിറ്റി ടു ആക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്. എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ശാന്തത, എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യം, ഈ വ്യത്യാസം അറിയാനുള്ള ഒരു ജ്ഞാനം, ഇവ എനിക്ക് നൽകൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു റിയാലിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതിനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഏത് സിറ്റുവേഷനാണ് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ല, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം, അതിനുള്ള ഒരു കറേജ് എനിക്ക് തരൂ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അത് അറിയാനുള്ള ഒരു ജ്ഞാനം, ഇത് മാറ്റാനുള്ള ഒരു ധൈര്യം, ഈ വ്യത്യാസം അറിയാനുള്ള ഒരു ജ്ഞാനം നമ്മൾക്ക് കിട്ടണം. ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. Wishing you all a good mental health. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. സ്ക്രീൻ ഷെയർ ഒന്ന് മാറ്റാമോ? ഓക്കെ. ഓക്കെ, താങ്ക് യു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ, സ്ട്രെസ്സിനെ കുറിച്ച് അറിവിൻ്റെ ഒരു കുത്തൊഴുക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി കാര്യങ്ങൾ മാഡം പറഞ്ഞു. സ്ട്രെസ് മാനേജ് ചെയ്ത് എങ്ങനെ നമുക്ക് റീചാർജ് ചെയ്യാം എന്നുള്ളതായിരുന്നല്ലോ പോയിന്റ്. വളരെ നന്നായിരുന്നു. ഇനി നമുക്ക് അല്പസമയം ഫീഡ്ബാക്കിനും ക്വസ്റ്റ്യൻ ആൻസറിനും ഉള്ള സമയമാണ്. ആർക്കെങ്കിലും ചോദ്യം മാഡത്തിനോട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമല്ലോ. ആർക്കാ വേണ്ടത് പറഞ്ഞാൽ മതി. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. അൺമ്യൂട്ട് സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആർക്കും ഒന്നും ചോദിക്കാനില്ല വിചാരിക്കുന്നു അല്ലേ? എല്ലാ പോയിന്റ്സും മാഡം പറഞ്ഞുകൊണ്ടാണോ ആർക്കും ഒന്നും ചോദിക്കാനില്ലാത്ത? അതോ ആർക്കും ഒന്നും മനസ്സിലാവാത്തോണ്ടാണോ? ഒത്തിരി കാര്യങ്ങൾ മാഡം പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയുകയോ ചെയ്യാം. അതിനുള്ള സമയമാണ്. അല്ലെങ്കിൽ നമ്മളത് ക്ലോസിങ്ങിലേക്ക് പോകും. ഒരു മിനിറ്റ് കൂടെ നമുക്ക് സിത മാം വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. സ്ട്രെസ്സിനെ കുറിച്ച് ഈച്ച് ആൻഡ് എവറിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്തു. നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്കൊരു സംശയമുള്ളത്, മാം പറഞ്ഞല്ലോ നമ്മള് ബ്രെത്ത് ഇൻടേക്ക് ചെയ്യുമ്പം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ബ്രെത്ത് ഔട്ട് ചെയ്യുമ്പോൾ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഈസ് ഇറ്റ് എനി സയന്റിഫിക് എവിഡൻസ് ഓർ എന്തെങ്കിലും റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിന്? അല്ലെങ്കിൽ ഒരു ചോദ്യം എനിക്കുള്ളത്, യൂഷ്വലി പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണല്ലോ നമ്മുടെ ബോഡി സ്ട്രെസ് ഇല്ലാത്ത സമയത്ത് ബോഡി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രെത്ത് ഇൻടേക്ക് ചെയ്യുമ്പം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആവുകയാണെങ്കിൽ അതൊരു ത്രെട്ട് അല്ലേ നമുക്ക്? മനസ്സിലായോ ഞാൻ ചോദ്യം? മാം അൺമ്യൂട്ട് ചെയ്യാമെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ചോദിക്കുന്ന ആള് പേരും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി. വീഡിയോ ഓൺ ചെയ്യാം. ഓൺ ആക്കാൻ പറ്റില്ല ഇപ്പം. പേരൊന്ന് പറയാവോ? പേര് ഞാൻ സിസ്റ്റർ റെനി. ആ, ഇവിടെ PPP എന്ന് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. ഫോണിൽ അങ്ങനെയാണ്. ഓക്കെ സിസ്റ്റർ റെനി ചോദ്യം മാഡം ഉത്തരം നൽകൂ പ്ലീസ്. യൂഷ്വലി നമ്മളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് നമ്മൾക്ക് വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന് അതുപോലെ തന്നെ ഒന്ന് കൂടുതൽ ബീറ്റ് ചെയ്യും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അപ്പൊ അത് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ
നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുമ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സാധാരണ പോലെ തന്നെ, പക്ഷെ അത് ഡീപ്പായിട്ട് എടുക്കുക, ഡീപ്പായിട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അതിൽ നമ്മൾ റിലാക്സേഷനിൽ എത്താണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹിപ്നോസിസ് പഠിച്ചപ്പോൾ അതിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഹിപ്നോസിസിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാം, നോർമലി ഫങ്ഷൻ ചെയ്യുമ്പം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണല്ലോ നമ്മുടെ ബോഡിയുടെ. ഇപ്പോ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു പക്ഷത്തെ നമ്മൾ പറയും മീൻസ് ഭരണപക്ഷം എന്ന് പറയും. പ്രതിപക്ഷമാണല്ലോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോ അത് ഓൺ ആവുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഡ് ആവുമ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആകുന്നു. അപ്പൊ അതങ്ങനെയാണ് എങ്കിൽ ഒരു ത്രെട്ട് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണ് എങ്കിൽ, ഇപ്പം മാം പറഞ്ഞതാണ് ശരിയെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സയന്റിഫിക് വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ് ഓർ ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ് അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും സയൻസ് നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ലോജിക് ഓർ സയൻസ് ബിഹൈൻഡ് ദാറ്റ്? നമ്മള് ശ്വാസം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ശ്വാസം ബ്രീത്ത് ഇൻ ചെയ്യുന്നത് തന്നെ ഒരു സ്ട്രെസ് ആണ്. നമ്മള് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴോ നമ്മൾ റിലാക്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് നോർമലി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അത് മാഡം അതിന്റെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിയതെന്നുള്ള സാഹചര്യം വിലയിരുത്തി കൂടുതൽ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മാഡത്തിന്റെ നമ്പർ നമ്മൾ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചാൽ തരാം. ഓക്കെ, നമുക്ക് ആർക്കാണെങ്കിലും ചോദിക്കാം. കോണ്ടാക്ട് നമ്പർ തരും, ക്ലാരിഫൈ. ആർക്കെങ്കിലും? ആർക്കും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് KCTT എറണാകുളം ചാപ്റ്ററിൻ്റെ ട്രഷറർ ശ്രീ പോൾ പടയാട്ടി സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. 20ാമത്തെ ഉറവ് മനോഹരമാക്കിയ ഈ സന്ധ്യയിൽ ഏവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായി വന്ന് മനോഹരമായ സന്ദേശങ്ങൾ നൽകി നമ്മെ ധന്യയാക്കിയ ആശാ ദീപ് മാഡത്തിന് KCTTയുടെയും എൻ്റെ സ്വന്തം നിലയിലുമുള്ള നന്ദിയുടെ ചുണ്ടുകൾ അർപ്പിക്കുന്നു. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ സതീദേവി മാഡം എങ്ങനെ സ്ട്രെസ് റിലീസ് ചെയ്ത് റീചാർജ് യുവർ സെൽഫ് അത് സാധിക്കുമെന്ന് വളരെ വിദഗ്ധമായി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി. അതിന് തുടർന്നുണ്ടായ ചോദ്യോത്തരവേളയിലും വളരെ വിദഗ്ധമായ മറുപടികൾ നൽകി ഞങ്ങളെ ആശ്വസിപ്പിച്ച സതീദേവി മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. KCTTയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആണ് ഞാനിത് അർപ്പിക്കുന്നത്. ഇനി നമ്മുടെ അധ്യക്ഷനായ പ്രസിഡന്റ് ജോസഫ് സാറിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിന് വാസ്തവത്തിൽ പറഞ്ഞ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. എന്നാലും ഈ അവസരത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് ഉദ്ഘാടനത്തിന് എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച ഫൈസിൽ ഞങ്ങളുടെ സെക്രട്ടറിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷീജ അനിൽ കുമാറിന് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിന്റെ MC-യും ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററുമായ ജോസഫ് ജോണിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഈ സന്ധ്യയെ ഏറ്റവും മനോഹരമാക്കി തന്ന ഇതിലെ പങ്കാളികളായ ഓരോരുത്തർക്കും, ഞങ്ങളുടെ KCTT അംഗങ്ങൾക്കും സഹയാത്രികയുടെ ഭാരവാഹികൾക്കും
സതി മാഡത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം പ്രത്യേകം ഓരോരുത്തർക്കായി KCTUറ്റിന്റെ വക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് നമുക്ക് വിരമിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറെ അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ട്. സൈജു, സഹീറ, പിന്നെ ജയശ്രീ, അങ്ങനെ പലരും സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖദീജ ഫ്രം കൊച്ചി. Can I just tell something, sir? Yes, please. Okay. I really enjoyed this session. I'm calling from Chennai. My name is Munni Krishnan. I thank you for Sati Devi madam, as well as the people who have taken the initiation for conducting such a session during this pandemic period where people are really under tremendous stress. So it is really very useful. I enjoyed the session. I thank you all for this wonderful session. Thank you. Thank you. Thank you, Sarit. Thank you, This is Nikishan. an honor for us, Naoto. This is an honor for us, and we thank you for your nice words. Yeah. Thank you, Thank you. sir. Thank you. So we can wind up. നമുക്ക് നിർത്താം അല്ലേ? വൈൻഡപ്പ് ചെയ്യട്ടെ? I heard it. Okay, Yes, sir. sir. റീചാർജ് യുവർ സെൽഫ് എന്ന് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വെബിനാർ കാണാം. Good night. Good night. നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. രവീന്ദ്രൻ ഭായ് കേട്ടോ ഫുള്ളായിട്ട്? നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. Okay, good night. ഗുഡ് നൈറ്റ്.